അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തഴവ ഗ്രാമപഞ്ചായത്തിൽ കേളി തരംഗ് പദ്ധതിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ ചിലയിട്ടു. പദ്ധതി അഴിമതിക്കുള്ളതാണെന്ന ആരോപണം UDF ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. കരുനാഗപ്പള്ളി പടനാർക്കുളങ്ങര വടക്ക് സ്വദേശി ബിൻഷാദാണ് പിടിയിലായത്. 3.1 കിലോഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് പുനലൂർ ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസർ കമൽകുമാറിന്. മികച്ച സേവനം വേഗത്തിൽ നൽകുന്നതിനും ഓഫീസിലെ ജോലികൾ കൃത്യമായി നിർവഹിച്ചതിനുമാണ് പുരസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. തഴവ ഗ്രാമപഞ്ചായത്തിൽ പൊതു ഇടത്തിന് ശിലയിട്ടു. കേളി തരംഗ് പദ്ധതിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. പദ്ധതി അഴിമതിക്കുള്ളതാണെന്ന് ആരോപിച്ച് UDF ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. തഴവ ഗ്രാമപഞ്ചായത്തിലാണ് സാംസ്കാരിക പൊതു ഇടത്തിന് തുടക്കമായത്. സാംസ്കാരിക പൊതു ഇടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ ബ്ലഡിന്റെ കളർ എന്താ വ്യത്യാസമുണ്ട്? ഏതെങ്കിലും ജാതിയോ ഏതെങ്കിലും മതത്തിന്റെയോ ഒന്നുമില്ലല്ലോ, എല്ലാം ഒന്നാണ്. ആ ഒന്നാണെന്നുള്ള ചിന്ത നല്ലപോലെ ഉയർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് തഴവ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക രംഗത്ത് ഒരു പൊതു ഇടം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. 1,75,00,000. ആരാ അതിൻ്റെ എഞ്ചിനീയർ? വേഗം ചെയ്യണം, ഡിലേ വരുത്തരുത്. നമ്മുടെ കോളനി എടുത്ത പോലെ ആവരുത്. 8 മാസം കൂടെ പൂർത്തീകരിക്കണം. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ സ്വാഗതം പറഞ്ഞു. അങ്ങനെ പ്രായം ചെന്ന രക്ഷകർത്താക്കള് ഗുരുവായ നടയിൽ ഉപേക്ഷിക്കുന്ന മക്കൾ ജീവിക്കുന്ന ഈ കാലത്ത് വളരെ ദീർഘവീക്ഷത്തോടെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തിലെ 941 പഞ്ചായത്തിലും സാംസ്കാരിക പൊതുവിടം നിർമ്മിക്കണം നമ്മളെ ഉദ്ദേശിച്ച. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി, വൈസ് പ്രസിഡന്റ് R ശൈലജ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ S ശ്രീലത, സുധീർ കാരിക്കൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R അമ്പളിക്കുട്ടൻ, ഷാനു കെ സലാം, പഞ്ചായത്ത് സെക്രട്ടറി മനോജ് V ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഈ പ്രായമുള്ള ആൾക്കാർ നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്ന് മുഷിയുന്ന ഒരവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു പൊതുവിടം തുടങ്ങിക്കഴിയുമ്പോൾ ആ പ്രായമുള്ള അച്ഛനെയും അമ്മയും ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ആഹാരവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ വൈകുന്നേരം വരെ അവരെ ഇവിടെ അവർക്ക് ഉല്ലസിക്കുവാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മളിത് പോകുവാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേസമയം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന കേളി തരംഗ പദ്ധതി അഴിമതിക്ക് തുടക്കം കുറിക്കാനാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തഴവ ബിജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഒരു മെമ്പർമാരെ പോലും അറിയിക്കാതെ MLA പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്കാണ് ഇന്നലെ ഉദ്ഘാടനം നടത്തുന്നത്. ഇതിൽ വരുന്ന കമ്മീഷന് CPMന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിനും വിനിയോഗിക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടെയാണ് ഈ അവസാന ഘട്ടത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ടൊക്കെ കാണിച്ചത്.
ഇത് യഥാർത്ഥത്തിൽ ഇതിനുള്ള ശക്തമായ ബഹുജന പ്രക്ഷേപം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടും. ഈ പദ്ധതിക്ക് യാതൊരുവിധ പിന്തുണയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതല്ല. ഈ പദ്ധതിയെ കോൺഗ്രസ് പാർട്ടി ശക്തമായി എതിർക്കുകയും ചെയ്യുകയാണ്. പാർലമെന്ററി പാർട്ടി ലീഡർ ത്രിദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. മിനി മണികണ്ഠൻ, സൈനുദ്ദീൻ, നിസ തൈക്കൂട്ടത്തിൽ, മായ സുരേഷ്, വത്സല, എം മുകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണികണ്ഠൻ, കരീലുദ്ദീൻ പൂയപ്പള്ളി, അനിൽക്കുറ്റിവട്ടം, നിഹാദ്, സലിം ചിറ്റുമുല, വാവാച്ചൻ, സജിത ബാബു, നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. വീട്ടിലെ പാചകവാതക സിലിണ്ടർ ചോർന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. പോരുവഴി കമ്പലടി ഗവൺമെന്റ് LP സ്കൂളിന് സമീപമാണ് വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്ന് തീ പടർന്നത്. അപ്രതീക്ഷിതമായാണ് വീട്ടിൽ ഗ്യാസ് കത്തിക്കുന്നതിനിടെ സിലിണ്ടറിൽ ചോർച്ചയുണ്ടായി തീ പടർന്നത്. ഇത് പ്രദേശവാസികളിലും പരിഭ്രാന്തിയിലാക്കി. പോരുവഴി കമ്പലടി ഗവൺമെന്റ് LP സ്കൂളിന് സമീപമാണ് വീട്ടിലെ പാചകവാതക ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീ പടർന്നത്. ഉടൻ തന്നെ ശാസ്താംകോട്ട അഗ്നിരക്ഷാ നിലയവുമായി ബന്ധപ്പെടുകയും ഇവരെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആളപായമോ അപകടമോ ഉണ്ടായിട്ടില്ല. ശാസ്താംകോട്ട അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ്, രാജേഷ്, അഭിലാഷ്, ഗോപൻ, ഹോംഗാർഡ് ബിജു, ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കി കെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട തടാകത്തിൽ മഞ്ഞ ഏട്ടക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട കായലുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ മഞ്ഞക്കൂരി അല്ലെങ്കിൽ ഏട്ടയുടെ ശാസ്താംകോട്ട കായലിന്റെ സാന്നിധ്യം. ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ഏട്ടയ്ക്ക് തീറ്റ കൊടുക്കുക, മറ്റുള്ളവർ ഏട്ടയെ കാണാൻ വേണ്ടി കോളേജിൽ പഠിക്കുന്നവരും പുറത്തുള്ള ടൂറിസ്റ്റുകളൊക്കെ ഏട്ടയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുക, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാലത്ത് പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷയില്ലാതിരുന്ന സന്ദർഭത്തിലാണ് ഉഫോസ് അതോടെ യഥാർത്ഥ ബ്യൂട്ടി, അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകളെ പുനരുൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഫിഷറീസ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PH അൻവർ അലി പദ്ധതി വിശദീകരിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ R ഉഷാകുമാരി, പ്രസന്നകുമാരി, അനിൽ തുമ്പോടൻ, M രജനി, കായൽ കൂട്ടായ്മ പ്രവർത്തകൻ ദിലീപ് കുമാർ, ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ ഫാത്തിമ, ഹമീദ്, പോൾ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കഞ്ചാവ് കൈവശം വെച്ച കേസ്. ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക് സ്വദേശി ബിൻഷാദാണ് പിടിയിലായത്. 3.1 കിലോഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. സംഭവത്തിൽ ബിൻഷാദിന്റെ സഹോദരൻ മിഥിലാജ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ലഹരി സംഘങ്ങൾക്കെതിരായി നടത്തിയ പരിശോധനയിൽ 3.1 കിലോഗ്രാം കഞ്ചാവുമായി കരുനാഗപ്പള്ളി പടവടക്ക് ബിൻഷാദ് മൻസിലിൽ ബിൻഷാദിനെ അറസ്റ്റ് ചെയ്തു. നേരത്തെ ഇതേ കേസിൽ സഹോദരൻ മിഥിലാജ് പിടിയിലായിരുന്നു. ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും പിടികൂടിയത്. മിഥിലാജിനെ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ ബിൻഷാദ് രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് സഹോദരനും പിടിയിലായത്. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷമീർ, ഷിജു, ഷാജിമോൻ, ASI വേണുഗോപാൽ, CPO-മാരായ ഹാഷിം, രാജീവ് എന്നിവരുടെ സംഘമാണ് ഒളിവിലായിരുന്ന ഇയാളെ പിടികൂടിയത്. പല കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ ഇതിൽ 3 കിലോ കഞ്ചാവ് കൈവശം വെച്ച് വീട്ടിൽ വെച്ചതിന് നമ്മൾ അന്ന് റെയ്ഡ് നടത്തിയതിൻ്റെ പ്രകാരമായിട്ട് 3 കിലോ കഞ്ചാവ് കിട്ടിയിരുന്നു. അന്ന് ഒരു പ്രതിയുടെ അനിയനായ ഒരാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ ഒളിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു. നമ്മുടെ സ്ക്വാഡ്, കരുനാഗപ്പള്ളി സ്ക്വാഡിൻ്റെ നമ്മുടെ കൃത്യമായ അന്വേഷണത്തിലൂടെ ഇത് ഓച്ചിറ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇന്നലെ നമ്മൾ പഠിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഫാസിസം തകർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ വീണ്ടെടുക്കാൻ ദേശസ്നേഹികൾ ഐക്യപ്പെടണമെന്ന് SDPI ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ അഹമ്മദ്. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. लेकिन आप सोचिए कि जो हम लोग नहीं समझ पाते, भोले भाले लोग नहीं समझ पाते, उनकी इंटेलिजेंस एजेंसियां और उनके लीडरशिप बहुत जल्दी समझ जाती हैं.
ഭരണകൂടം തന്നെ ഭരണഘടനയ്ക്ക് ഭീഷണിയായിരിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ജനാധിപത്യവും ബഹുസ്വരതയും ഫെഡറലിസവും നിയമവാഴ്ചയും സൗഹാർദ്ദവും തകർത്തുകൊണ്ടാണ് ഫാസിസ്റ്റ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത്. വർഗീയ മുതലാളിത്ത ശക്തികളുടെ ഉപകരണങ്ങളായി രാഷ്ട്ര സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. ക്രമസമാധാന പാലന നീതി നിർവഹണ സംവിധാനങ്ങൾ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. വംശീയാതിക്രമങ്ങളിൽ ഇരകളാക്കപ്പെട്ടവരുടെ വീടുകളും സ്ഥാപനങ്ങളിലും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തട്ടിനിരത്തുകയാണ്. ജനാധിപത്യ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തി മനുസ്മൃതി ഭരണഘടനയാക്കാനാണ് ശ്രമിക്കുന്നത്. ഭരണകൂടത്തിന്റെ ദുഷ്ചെയ്തികളെയും ജനവിരുദ്ധതയെയും ചോദ്യം ചെയ്യുന്നവരെയും വിമർശിക്കുന്നവരെയും ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദമാക്കാനാണ് ശ്രമിക്കുന്നത്. സാമ്പ്രദായിക പാർട്ടികളുടെ മൗനം ഫാസിസത്തിന് ശക്തി പകരുകയാണെന്നും പൗരസമൂഹം പുതിയ ഐക്യമുന്നേറ്റങ്ങൾക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ये खबर पूरे मुल्क में न फैल जाए और तमाम तरह के लोग एसडीपीआई के प्लेटफॉर्म पे आ गए तो फिर इस मुल्क में तब्दीली निजाम में व्यवस्था परिवर्तन में एक नया बाब खड़ा हो जाएगा. ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷറഫ് മൗലവി, സംസ്ഥാന സെക്രട്ടറിമാരായ കൃഷ്ണൻ എരഞ്ഞിക്കൽ, ജോൺസൺ കണ്ടച്ചിറ, സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ, ജില്ലാ ട്രഷറർ ഷറാഫത്ത് മല്ലം, വുമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന എന്നിവർ സംസാരിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ, റോയി അറയ്ക്കൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൽ ഹമീദ്, സെക്രട്ടറിമാരായ KK അബ്ദുൽ ജബ്ബാർ, PR സിയാദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, ജില്ലാ മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു. കേരളപുരത്ത് നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ സ്വീകരണ കേന്ദ്രമായ കണ്ണനല്ലൂരിലേക്കാണ് വരവേറ്റത്. ജാഥ ക്യാപ്റ്റന്മാരെ തുറന്ന വാഹനത്തിൽ വാഹനജാഥയായി ചിന്നക്കട, പള്ളിമുക്ക്, അയത്തിൽ വഴി മുഖത്തല ESI ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് ബഹുജന റാലിയായിട്ടാണ് സ്വീകരണ സമ്മേളന വേദിയായ കണ്ണനല്ലൂരിലേക്ക് ആനയിച്ചത്. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 14-ന് കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് ആരംഭിച്ച യാത്ര കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശ്ശൂരും എറണാകുളവും ഇടുക്കിയും കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും പിന്നിട്ടാണ് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ജീവിതം അവസാനിപ്പിക്കാനായി പോയ യാത്രയിൽ നിന്ന് വയോധികയെ രക്ഷിച്ച് റെയിൽവേ പോലീസ്. ആരോരും തുണയില്ലാത്ത 85-കാരിയായ ശാരദാമ്മയാണ് കൊല്ലം റെയിൽവേ പോലീസ് രക്ഷിച്ചത്. ശാസ്താംകോട്ടയിൽ വെച്ചാണ് ട്രെയിനിൽ ഒരമ്മ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയും കരയുകയും ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ കാണാനിടയാകുന്നത്. അമ്മയോട് അദ്ദേഹം സംസാരിച്ചു. ജീവിതം അവസാനിപ്പിക്കാനുള്ള യാത്രയിലാണ് എന്ന് മനസ്സിലായതോടുകൂടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. അമ്മയോട് പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഹരിപ്പാട് മണ്ണാറശാല സ്വദേശിനിയായിരുന്ന ഈ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ചിറയൻകീഴ് സ്വദേശിയെ വിവാഹം കഴിച്ചു. ഒരു മകനുമുണ്ടായി. പിന്നീട് ഭർത്താവ് മരണപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം മകനും മരണപ്പെട്ടു. പിന്നീട് ബന്ധുക്കളാരും നോക്കാതെ വന്നതോടുകൂടി കൊല്ലത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞു വന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ ഈ അമ്മയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി. ഉടൻ തന്നെ വയറിന് ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ അമ്മ താമസിക്കുന്ന സുഹൃത്തിന്റെ വീട്ടുകാർക്ക് പിന്നീട് ഈ അമ്മ ഒരു ഭാരമായി മാറുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയതോടെ ശാരദയമ്മ ഇവിടം വിട്ട് ഇറങ്ങി എവിടെയെങ്കിലും പോയി മരിക്കാമെന്നായിരുന്നു തീരുമാനിച്ചത്. ശാരദ ചിന്നക്കട. എവിടെയെങ്കിലും പോയി മരിക്കാമെന്നും പറഞ്ഞ് തന്നെയാണ് ഇറങ്ങിയത്. വേറെ ആരും ഇല്ലല്ലോ ഏറ്റെടുക്കാൻ. ഒരു കിടക്കാടം ഇല്ല, ഒരു സെന്റ് ഭൂമിയില്ല, ഒരു കമ്മലില്ല, 10 പൈസ ഇല്ല. എങ്ങനെ ജീവിക്കും? ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ കൂടെ. അവിടെ നിന്ന് ഞാൻ ഈ ഓപ്പറേഷത്തിനൊക്കെ ഇരിപ്പോ ഓപ്പറേഷത്തിന് എഴുതി തന്നു. അതൊക്കെ അവിടെ ഇരിക്കണം. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവർക്ക് അതിന് വിഘ്നിഷ്ടം. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. ആരടുത്തും പറഞ്ഞില്ല. എങ്ങോട്ടെങ്കിലും പോയി വീട് കളയാന്നും പറഞ്ഞിറങ്ങി. ട്രെയിനിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ആരംഭിച്ചു. ആ യാത്രയാണ് ഈ അമ്മയെ ഇവിടെ എത്തിച്ചത്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശിനെയും ബാബുവിനെയും ശ്യാം ഷാജിയെയും വിളിച്ചു വരുത്തി. ഇന്ന് വൈകുന്നേരം 7:30 ശാസ്താംകോട്ടിൽ നിന്നും പുറപ്പെട്ട മെമുവിൽ ഒരു പ്രായമുള്ള സ്ത്രീ വിഷമിച്ചിരുന്ന് കരയുന്നതായി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ഞങ്ങളുടനെ അഞ്ചാം പ്ലാറ്റ്ഫോമിൽ പോയി അന്വേഷിച്ചതിൽ ഈ അമ്മച്ചിയെ വിഷമാവസ്ഥയിൽ കാണുകയും
അമ്മച്ചി ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണമെല്ലാം കൊടുത്ത് ഇവിടെ സൂക്ഷിച്ച ശേഷം വിവരങ്ങൾ തിരക്കിയപ്പോൾ അമ്മയുടെ പേര് രാജമ്മ, 85 വയസ്സെന്ന് പറയുകയും വീടും ബന്ധുക്കളും ഇല്ലയെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശനെയും ബാബുവിനെയും അറിയിക്കുകയും അവർ സംഭവം അറിഞ്ഞ് ഉടനെ എടുത്തുകയും ഇപ്പോൾ അവരുടെ വശം നമ്മൾ കൂട്ടി വിടുകയും ചെയ്യുകയാണ്. തുടർന്ന് ഇവരെത്തി അമ്മയെ കരുനാഗപ്പള്ളിയിലെ കണ്ണകി വയോജന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കടുത്ത വേനലിൽ കരിഞ്ഞു വീഴാതെ പൂച്ചെടികൾക്കും ഫലച്ചെടികൾക്കും തെളിനീർ നൽകി സംരക്ഷിക്കുകയാണ് ഒരു ജനപ്രതിനിധി. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് ജനപ്രതിനിധി ബ്ലസൻ പാപ്പച്ചനാണ് വേറിട്ട പ്രവർത്തനം നടത്തുന്നത്. ഏകദേശം 60-ൽ പരം ചെടികൾ ഇതിനകത്ത് നട്ടുപിടിച്ച്, ചെടികൾ ഉൾപ്പെടെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ഇത് പ്രാവർത്തികമാക്കിയെടുക്കുക, ഇത് പരിപാലിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ 12ാം വാർഡിൻ്റെ പ്രധാന കേന്ദ്രമായ KCT ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ MLA എന്ന ഒരു ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഈ മനോഹരമായ ചെടികളും ഫലവൃക്ഷങ്ങളും വളർത്തിയെടുത്ത് ഇവിടെ ഒരു പൂന്തോട്ടമാക്കി മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളും കായ്ഫലങ്ങൾ നൽകുന്ന മരങ്ങളും പ്രകൃതിയുടെ വരദാനവും സൗന്ദര്യവുമാണ്. എന്നാൽ ഇതെല്ലാം നശിച്ചു പോയാലോ? കൊടും വേനലിൽ കരിഞ്ഞുണങ്ങിപ്പോകാമായിരുന്ന ചെടികൾക്കും കായ്ഫലങ്ങൾക്കും തെളിനീർ നൽകി സംരക്ഷിക്കുകയാണ് ഒരു ജനപ്രതിനിധിയും കുടുംബവും. സർക്കാരുകൾ പല പല പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പിന്നീട് തിരിഞ്ഞു നോക്കാതെ പോകുന്നിടത്താണ് ഒരു ജനപ്രതിനിധിയുടെ വേറിട്ട പ്രവർത്തനം. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് ജനപ്രതിനിധി ബ്ലസൻ പാപ്പച്ചനാണ് കുടുംബത്തോടൊപ്പം വഴിയരികിലെ ചെടികൾ കടുത്ത വേനലിൽ കരിഞ്ഞു വീഴാതിരിക്കാൻ തെളിനീർ നൽകുന്നത്. ഫലവൃക്ഷങ്ങളായ നെല്ലിക്ക, റംബുട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്ക, അതുപോലെ സപ്പോർട്ടിക്ക ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ, റോസാപ്പൂ ഉൾപ്പെടെയുള്ള പല വെറൈറ്റി ഇനത്തിലുള്ള തെറ്റിപ്പൂക്കൾ, റോസാപ്പൂക്കൾ, ചെമ്പരത്തി ഉൾപ്പെടെയുള്ള പുഷ്പങ്ങൾ പിന്നെ പുറപ്പെടുവിക്കുന്ന പല വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു മനസ്സിലുള്ളൊരാഗ്രഹം ഒരു ഗാർഡൻ ആക്കി എടുക്കുന്നതോടൊപ്പം ഇവിടെ ഒരു ബെഞ്ച് സ്ഥാപിച്ച് ഒരു വെയിറ്റിംഗ് ഷെഡ് 10 പേർക്ക് വന്ന് ഇരിക്കാനൊക്കെയുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഫണ്ട് വരുന്ന മുറയ്ക്ക് ആ സംവിധാനങ്ങൾ ചെയ്ത് ഇതിനെ മനോഹരമായ ഒരു ഗാർഡനാക്കി മാറ്റാൻ KCT മുക്കിനെ അതിമനോഹരമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 15,000 രൂപയും ശുചിത്വ മിഷന്റെ 5,000 രൂപയും വിനിയോഗിച്ചാണ് KCT ജംഗ്ഷനിൽ കായ്ഫല തൈകളും വർണ്ണപ്പൂച്ചെടി തൈകളും നട്ടുപിടിപ്പിച്ചത്. എന്നാൽ നടുന്നതല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കാതെ പണം ചിലവഴിച്ച് കളയുന്നിടത്താണ് ഒരു ജനപ്രതിനിധിയുടെ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനത്തിൽ ചെലവഴിച്ച പണം നഷ്ടപ്പെടാതെ പദ്ധതി പരിപാലിക്കുന്നതിന് സാധ്യമാകുന്നത്. ഇതിന് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും ഇവിടുത്തെ ഉള്ള എല്ലാ സഹപ്രവർത്തകരും നല്ല പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ഗോവൻ ചേട്ടനെയാണ്. ഗോവൻ ചേട്ടൻ നമുക്ക് വേണ്ടി ഇതിന് വെള്ളം എടുക്കാനുള്ള എല്ലാ സൗകര്യവും എത്ര വേണേലും വെള്ളം എടുത്തുകൊണ്ട് പോയിക്കോ, ഇത് ചെടികൾ വളർന്നു വരട്ടെ, എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ഗോവൻ ചേട്ടൻ തരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. AC ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണമായ ചെണ്ട വിതരണം ചെയ്തു. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് AC ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണമായ ചെണ്ട വിതരണം ചെയ്തത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ N പങ്കജാക്ഷൻ, ഗംഗാദേവി, മിനി സുദർശൻ, സന്തോഷ്, ദിലീപ്, പഞ്ചായത്ത് സെക്രട്ടറി CR സംഗീത, ജിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ച മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡിന് പുനലൂർ ഇടമുളക്കൽ വില്ലേജ് ഓഫീസർ കമൽകുമാർ അർഹനായി. വില്ലേജ് ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് മികച്ച സേവനം വേഗത്തിൽ നൽകുന്നതിനും ഓഫീസ് ജോലികൾ കൃത്യമായി നിർവഹിച്ചതിനുമാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജനിൽ നിന്നും ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസർ കമൽകുമാർ അവാർഡ് ഏറ്റുവാങ്ങി. ഈ വിജയം തന്റേത് മാത്രമല്ലെന്നും ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസിലെ എല്ലാ ജീവനക്കാരുടെയും സഹകരണവും പ്രയത്നവുമാണ് ഇത്തരത്തിൽ ഒരു അവാർഡിന് തന്നെ അർഹനാക്കിയതെന്ന് കമൽകുമാർ പറഞ്ഞു. ഒന്ന് നമ്മുടെ കളക്ഷനും കാര്യങ്ങളും, റവന്യൂ റിക്കവറി കളക്ഷൻ, പിന്നെ അല്ലാതെ നമ്മുടെ ലാൻഡ് റവന്യൂവിനകത്തുള്ള കളക്ഷനും കാര്യങ്ങളും, പിന്നെ രണ്ടാമത് വരുന്നത് ഒരു പുറമെയുള്ളൊരു ഏജൻസിയെ പൊതുജനങ്ങളുമായിട്ടുള്ള നമ്മുടെ സമീപനവും കാര്യങ്ങളും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ നമ്മുടെ സമീപനവും കാര്യങ്ങളും ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പുറമെയുള്ളൊരു ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടേതായ ഒരു ഫലത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നെ നമ്മൾ അല്ലാതെ റവന്യൂ ഇനത്തിൽ കളക്ട് ചെയ്ത ഗവൺമെന്റിലേക്ക് വസൂലാക്കിയ നികുതി ഇനങ്ങളുടെ
കാര്യത്തിലും അതായിരുന്നു ഒരു മാനദണ്ഡമായിട്ട് എടുത്തിട്ടുണ്ട്. 2 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത്. പിന്നെ നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നവർ ഇപ്പം അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ ഇത് മാത്രമേ നമ്മളിത് പരിഗണിക്കപ്പെട്ടിട്ടുള്ളൂ. നോമിനേഷൻ ആരൊക്കെയാണോ നോമിനേഷൻ കൊടുക്കുന്നത് ആ വില്ലേജുകളുടെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ രീതികൾ നോക്കിയിട്ടാണ് അവാർഡ് നിർണ്ണയം നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസർമാരിൽ നിന്നും അവാർഡിനായി അവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് ഇതിൽ അവാർഡിന് അർഹരായ വില്ലേജ് ഓഫീസർമാരെ കണ്ടെത്തിയാണ് റവന്യൂ വകുപ്പ് ഓരോ വർഷവും ഇത്തരത്തിൽ മികച്ച വില്ലേജ് ഓഫീസർമാരെ കണ്ടെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നെടിവിള അംബികോദയം HSSൽ പഠനോത്സവം നടത്തി. സർവശ്രേഷ്ഠ ബാൽ പുരസ്കാർ ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നെടിയവിള അംബികോദയം HSSൽ പഠനോത്സവം സംഘടിപ്പിച്ചു. 5 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങളും സ്റ്റേജ് പരിപാടികളും നടത്തി. ശാസ്ത്ര പരീക്ഷണങ്ങൾ, സ്കിറ്റുകൾ, ഗണിത പസിലുകൾ എന്നീ പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. അതിൽ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പക്ഷേ അതും ഇപ്പോൾ മലിനീകരണത്തിൻ്റെ വക്കിലാണ്. കുറഞ്ഞ ചെലവിൽ അത് എങ്ങനെ ശുദ്ധീകരിക്കാമെന്നാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം റോക്ക്, പെഡൽസ്, സാരി, അടപ്പ് കറക്കുമ്പോൾ ഏറെ ഉള്ളിലേക്ക് കയറി വാട്ടറിൻ്റെ തെള്ളി പിടിയിട്ട് അടപ്പ് അടയ്ക്കുമ്പോൾ എയർ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ നിർത്തും. അപ്പോൾ ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അതായത് ഈ ഡാമിലൊക്കെ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡാമിൽ നല്ല കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. സർവശ്രേഷ്ഠ ദിവ്യംഗ് ബാൽ പുരസ്കാർ ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് വി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ജി പ്രസീത, KO ദീപക് കുമാർ, PR ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. തഴവ ഗ്രാമപഞ്ചായത്തിൽ കേളിതരംഗ് പദ്ധതിക്ക് മന്ത്രി K രാധാകൃഷ്ണൻ ശിലയിട്ടു. പദ്ധതി അഴിമതിക്കുള്ളതാണെന്ന ആരോപണം UDF ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. കരുനാഗപ്പള്ളി പടനാർക്കുളങ്ങര വടക്ക് സ്വദേശി ബിൻഷാദാണ് പിടിയിലായത്. 3.1 കിലോഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് പുനലൂർ ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസർ കമൽകുമാറിന്. മികച്ച സേവനം വേഗത്തിൽ നൽകുന്നതിനും ഓഫീസിലെ ജോലികൾ കൃത്യമായി നിർവഹിച്ചതിനുമാണ് പുരസ്കാരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.